നമുക്കിപ്പോൾ ഒരു ഗീതത്തോടെ പ്രാർത്ഥനയോട് കൂടെ നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. നമ്മളിപ്പോൾ ആരംഭിക്കുന്ന ഗീതം നമ്മുടെ സാക്ഷിയുടെ ഗീത പുസ്തകത്തിലെ 151-ാമത്തെ ദൈവം വിളിക്കുമെന്ന ഗീതമാണ് ആരംഭിക്കുന്നത്.
നമ്മൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ദുഃഖിതരാണ്. നമ്മുടെ പ്രിയപ്പെട്ട അമ്മ പുഷ്പ അമ്മ നമ്മളെ വിട്ട് പോയിരിക്കുകയാണ്. പുഷ്പ അമ്മയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ 1946 ജനിച്ചത്. 79 വയസ്സുണ്ട് ഇപ്പോൾ. മക്കള് സുരേഷ്, ഷാജി എന്നിവരാണ്. കൊച്ചുമക്കള് ദിവ്യ, ദിവിഷ, നിശാന്ത്, രാഹുൽ, സ്വപ്ന എന്നിവരാണ്. അമ്മച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും നല്ല നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നുണ്ടായിരിക്കും. പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വീടുകളിലോ അറിയാവുന്ന വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യ കാര്യങ്ങളാണെങ്കിൽ ഓടിയെത്തുമായിരുന്നു, ആളുകളെ ആശ്വസിപ്പിക്കുമായിരുന്നു. അതുപോലെ അമ്മച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊച്ചുമക്കളോട് വളരെയധികം സ്നേഹമുള്ള, അടുത്ത സ്നേഹമുള്ളൊരു അമ്മച്ചിയാണ്. ഇനി ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പോലും ആരാധനയ്ക്കൊക്കെ വരുമായിരുന്നു. അതുപോലെ തന്നെ യേശുവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ആ മെമ്മോറിയലിൻ്റെ സമയത്തൊക്കെ എല്ലാം വർഷവും കൃത്യമായിട്ട് എത്തുമായിരുന്നു. അതുപോലെ തന്നെ ഒരുമിച്ചിരുന്ന് ബൈബിൾ പഠിക്കുമ്പോൾ ബൈബിൾ പഠിക്കാൻ തക്കവണ്ണം ഒത്തിരി ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് പഠിക്കുന്നൊരു വിദ്യാർത്ഥി കൂടിയായിരുന്നു അമ്മച്ചി. അമ്മച്ചിയെപ്പോലുള്ള വിശ്വാസം നമുക്കൊക്കെ ഉണ്ടോ? അതുപോലെ തന്നെ നമ്മളിവിടെ ആയിരിക്കുന്നത് കൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേട്ടമുണ്ടോ? നമ്മളിവിടെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഷാജി സോറിനെ അതുപോലെ തന്നെ സുരേഷ് സോറിനൊക്കെ നമുക്ക് എങ്ങനെ ആശ്വസിപ്പിക്കാൻ കഴിയും കുടുംബാംഗങ്ങളെ? അതുപോലെ തന്നെ നമ്മൾ ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കുണ്ടായേക്കാവുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഈ കരയാവോ? ദുഃഖം പ്രകടിപ്പിക്കാവോ? അതുപോലെ തന്നെ ഈ ദൈവം എന്തിനാണ് നമ്മളിങ്ങനെയൊക്കെ സൃഷ്ടിച്ചത്? കുറച്ച് നാൾ കഷ്ടപ്പെട്ട് നരകിച്ച് മരിക്കാൻ വേണ്ടിയാണോ? മരണം എങ്ങനെയാണ് ലോകത്തിൽ വന്നത്? അതുപോലെ തന്നെ മരിച്ചു പോയിരിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? ഒത്തിരി ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, മരിച്ചു പോയിരിക്കുന്ന ആളുകൾ എവിടെയാണ്? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വിശ്വാസങ്ങൾ ഇന്ന് നിലവിലുണ്ട്. മരിച്ചു പോയവർ എവിടേക്കോ ആണ്, അവരൊക്കെ നമ്മളെ കാണാൻ പറ്റുമെന്നോ, നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ വീണ്ടും നമ്മളെ രാത്രി കാലങ്ങളൊക്കെ വരുമെന്നോ, അങ്ങനെയൊക്കെയുള്ള കുറേയേറെ വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മരിച്ചുപോയവരുടെ അവസ്ഥ എന്താണ്? അവർക്ക് എന്താണ് പ്രത്യാശ? ഇനി നമുക്ക് അവരോടൊപ്പം മരിച്ചുപോയി നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം, അമ്മച്ചിയോടൊപ്പം അമ്മയോടൊപ്പം നമുക്ക് വീണ്ടും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമുക്കൊക്കെ ഒരുമിച്ച് ഈ ഭൂമി ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയേക്കാം. ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുകയില്ലെങ്കിലും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി നമുക്ക് ശ്രമിച്ചു നോക്കാം. ബൈബിളിൽ എല്ലാത്തിനും ഉത്തരം നമുക്ക് നമ്മുടെ സർവ്വാശ്വാസത്തിൻ്റെയും പിതാവായ യഹോവയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് കിട്ടും. കാരണം യഹോവ കാര്യങ്ങളെ പറഞ്ഞു തരുന്ന വിധം ബൈബിളിലൂടെയാണ്. യേശുവിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യേശു ലാസറിനെ വീട്ടിൽ പോയപ്പോൾ ദുഃഖം പ്രകടിപ്പിച്ചു അല്ലേ? അവിടെ ലാസറിനെ സംബന്ധിച്ച ആളുകളൊക്കെ എണ്ണി പെറുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ, ഓരോ കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ യേശു കരഞ്ഞു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പം ദുഃഖം പ്രകടിപ്പിക്കുന്നതിൽ എന്തില്ല, തെറ്റില്ല. അതുമാത്രമല്ല, യഹോവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തന പുസ്തകം ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിലോ കയ്യിലോ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഒരുമിച്ച് എടുത്ത് നോക്കാൻ കഴിയും. സങ്കീർത്തനം 34 അധ്യായത്തിൻ്റെ 18 വാക്യത്തിൽ യഹോവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ ഹൃദയം തകർന്നവരുടെ അരികിലുണ്ട്, മനസ്സ് തകർന്നവരെ ദൈവം രക്ഷിക്കുന്നു. ഇപ്പോൾ അമ്മ മരിച്ചപ്പോൾ സുരേഷ് സോറിനും ഷാജി സോറിനും അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഹൃദയം തകർന്നിരിക്കുകയാണ്, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കെല്ലാം. അപ്പോൾ ഹൃദയം തകർന്നവരുടെ അടുത്ത് ആരുണ്ടെന്ന് അവിടെ പറയുന്നത്? യഹോവയുണ്ടെന്നാണ്. യഹോവ അവരെ സംരക്ഷിക്കുന്നു, യഹോവ ആശ്വസിപ്പിക്കുന്നു. യഹോവ അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു വിധം ഇതാണ്. ഈ പ്രസംഗത്തിലൂടെ നമുക്ക് കേൾക്കുന്ന വിവരങ്ങളാണ്, ബൈബിളിൽ നിന്ന് നമ്മൾ വായിച്ച് കേൾക്കുന്ന വിവരങ്ങളാണ്. സങ്കീർത്തനം 147 അധ്യായത്തിൻ്റെ 3 വാക്യത്തിലും ഇതേ ആശയം തന്നെയാണ് എടുത്ത് കാണിക്കുന്നത്. അവിടെ പറയുന്നത് ഹൃദയം തകർന്നവരെ ദൈവം സുഖപ്പെടുത്തുന്നു, അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുന്നു എന്നാണ്. അപ്പം നമുക്ക് ഒത്തിരി സങ്കടമുണ്ട് നമ്മുടെ അമ്മ നമ്മെ വിട്ടുപോയതിൽ. തീർച്ചയായിട്ടും നമ്മുടെ മുറിവുകളെ വെച്ച് കെട്ടാൻ പര്യാപ്തൻ, യോഗ്യൻ, നമ്മളെ സഹായിക്കാൻ മനസ്സുള്ളവൻ യഹോവ മാത്രമാണ്. അപ്പോൾ യഹോവയും നമ്മുടെ ദുഃഖത്തിൽ അതിയായ ദുഃഖം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്.
ശരി, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം. അപ്പോൾ ദുഃഖം പ്രകടിപ്പിക്കുന്നത് തെറ്റില്ല എന്നുള്ളത് മനസ്സിലായി. യഹോവയെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ പഠിക്കുമ്പോൾ സ്നേഹത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും നീതിയുടെയും ശക്തിയുടെയും ദൈവമാണ് യഹോവ. അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവം മരിക്കാൻ വേണ്ടിയാണോ നമ്മളെങ്ങനെ കഷ്ടപ്പെട്ട് മരിക്കാൻ വേണ്ടിയാണോ സൃഷ്ടിച്ചത്? ബൈബിളിൻ്റെ ഒരു പഠനം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ മനുഷ്യരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ ഭാഗമല്ലായിരുന്നു മരണം എന്നാണ്. മരിക്കാൻ വേണ്ടിയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ യഹോവ ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ സന്താനപുരുഷരായി പെരുകി ഭൂമി നിറഞ്ഞ് അതിനെ അടക്കി ഭരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ കുറച്ച് കാലം കഴിയുമ്പോൾ മരിച്ചു പോകുന്നൊന്നും പറഞ്ഞിട്ടില്ല. പകരം ഒരു കാര്യം പറഞ്ഞു. 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറഞ്ഞു, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മരണം വന്നത് എങ്ങനെയാണ്? ആദാമും ഹവ്വയും ദൈവത്തെ അനുസരിച്ചില്ല, അനുസരണക്കേട് കാണിച്ചു. അതിൻ്റെ ഫലമാണ് മരണം. ഇപ്പം നമ്മൾ സാധാരണ പറയാറില്ലേ, പാപത്തിൻ്റെ ശമ്പളം മരണം. എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യം അല്ലേ? എന്ത് പാപമാണ്? ആദാമ്യ പാപം. നമ്മൾ ചെയ്യുന്ന പാപങ്ങളല്ല, ആദാമ്യ പാപം. ആദാം ചെയ്ത പാപം അവൻ്റെ മക്കളിലേക്ക് കഴിവ് കടത്തി കൊടുത്തു. ഇപ്പോൾ ഒരു അപ്പത്തിൽ, ചളക്കമുള്ളൊരു അപ്പത്തിൽ, അല്ല അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന അപ്പത്തിനെല്ലാം ആ ചളുക്കം വരുന്നത് പോലെ, ആ ചുളുക്ക് വരുന്നത് പോലെ തന്നെയാണ് ആദാമിൻ്റെ മക്കൾക്കെല്ലാം ആദാം പാപം കടത്തി വിട്ടു. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നൊരു വാക്യം റോമർ 5:12 വാക്യമാണ്. റോമർ 5:12. അവിടെ പറയുന്നത്, ഒരു മനുഷ്യനിലൂടെ പാപവും പാപത്തിലൂടെ മരണവും ലോകത്തിൽ കടന്നു, അങ്ങനെ എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാ മനുഷ്യരിലേക്കും വ്യാപിച്ചു. കേട്ടോ, ഒരു മനുഷ്യനിലൂടെയാണ് പാപം വന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ആദാമിലൂടെ പാപം വന്നു, പാപത്തിലൂടെ മരണവും വന്നു. അതുകൊണ്ടാണ് നമ്മളുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു പോകുന്നത്. ഇപ്പം അമ്മ മരിച്ചത് ആ കാരണം കൊണ്ട് തന്നെയാണ്. പക്ഷേ എല്ലാവരും പാപം ചെയ്യുന്നു. പക്ഷേ ഇതിനൊരു പ്രത്യാശ എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രത്യാശ ദൈവം പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രത്യാശ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ബൈബിളിൻ്റെ ആദ്യ പുസ്തകത്തിലാണല്ലോ നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട വിധം അല്ലേ? ആദാം ഹവ്വയും തെറ്റ് ചെയ്തു ഉടനെ തന്നെ ദൈവത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് അവരെ പുറത്താക്കി. ഏതേൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കിയിട്ട് പറഞ്ഞു, അവിടെ ഒരു കെരൂബുകളൊക്കെ വെച്ചു, ഇനി അകത്തോട്ട് കയറരുത്. കുടുംബത്തിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ കുടുംബത്തിലേക്ക് വീണ്ടും തിരിച്ച് കയറ്റി, ഇത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് പറയുന്നത്. പക്ഷേ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ തക്കവണ്ണം യഹോവ എന്തെങ്കിലും ക്രമീകരണം ചെയ്തിട്ടുണ്ടോ? യഹോവ അവസാനത്തെ പുസ്തകമായ ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വെളിപ്പാട് 21-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും. അതിൻ്റെ അർത്ഥം എന്താ? നമുക്കിനി കഷ്ടപ്പെടേണ്ട ഒരു കാലം ഉണ്ടാവില്ല. കണ്ണുനീരിനിടയാക്കുന്ന എല്ലാ സങ്കടങ്ങളും ദൈവം മാറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ്? താഴോട്ട് ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. മേലാൽ മരണമുണ്ടായിരിക്കില്ല. നമ്മൾ ഏറ്റവും അധികം പേടിക്കുന്ന ഒരു സംഗതിയാണ് മരണം. ഇനി ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ ദുഃഖം, നിലവിളി, വേദന ഉണ്ടാകുകയില്ല. പഴയതെല്ലാം കഴിഞ്ഞു പോയിന്നാണ്. ഇപ്പം നമ്മൾ ചിലരൊക്കെ വിശ്വസിച്ചേക്കാം, ശരി അങ്ങനെയാണ്, നമ്മൾ മരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്കല്ലേ പോകുന്നത്, പിന്നെ അവിടെ പോയി മരണമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊരു പക്ഷം നമ്മൾ ചിന്തിച്ചേക്കാം. അതല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. കണ്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, മേലാൽ മരണം ഉണ്ടായിരിക്കുകയില്ല. അതിൻ്റെ അർത്ഥം ഇതുവരെ മരണം ഉണ്ടായിരുന്ന എവിടെയായിരുന്നു? ഈ ഭൂമിയിലായിരുന്നു അല്ലേ? അപ്പോൾ ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല, ഇനി ദുഃഖം ഉണ്ടായിരിക്കുകയില്ല, ഇനി നിലവിളിയോ വേദനയോ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ അർത്ഥം എന്താണ്? ഇതുവരെ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ മതി, ഒന്നാമത്തേത് പഴയതെല്ലാം കഴിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബൈബിൾ നമുക്ക് പ്രത്യാശ വെച്ച് നീട്ടുന്നു. എന്താണ്? ഭൂമി മനോഹരമായൊരു പർദീസയായി തീരുമെന്നും ആ പർദീസ ഭൂമിയിലേക്ക് നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ തിരിച്ചു കിട്ടുമെന്നും നമുക്ക് അവിടെ ജീവിക്കാൻ കഴിയുമെന്നും ബൈബിൾ പ്രത്യാശ നമുക്ക് നൽകി തരുന്നു. ഇനി മരിച്ചുപോയവരുടെ അവസ്ഥയെ സംബന്ധിച്ച് ഈ പ്രത്യാശ യഥാർത്ഥത്തിൽ സംഭവിക്കുമോ? ഇതൊക്കെ കേവലം ഒരു കേൾക്കാൻ രസമുള്ള ഒരു സംഗതി മാത്രമാണോ? അതിനെ സംബന്ധിച്ച് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. യെശയ്യാ 55:10-11 വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. ആകാശത്തിൽ നിന്ന് മഞ്ഞും മഴയും പെയ്തിറങ്ങുന്നു, ഭൂമി നനയ്ക്കുകയും സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം വിളയിപ്പിക്കുകയും ചെയ്യാതെ അവ തിരികെ പോകുന്നില്ല. വിതക്കാരന് വിത്തും തിന്നുന്നവന് ആഹാരവും നൽകാതെ അവ മടങ്ങുന്നില്ല. ഇനി പറഞ്ഞ് ശ്രദ്ധിക്കുക, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെയായിരിക്കും. ഫലം കാണാതെ അത് എൻ്റെ അടുത്തേക്ക് മടങ്ങി വരില്ല. അതെൻ്റെ ഇഷ്ടമെല്ലാം നിറവേറ്റും. ഞാൻ അയച്ച കാര്യം ഉറപ്പായും നടത്തും. യഹോവയുടെ ഒരു പ്രത്യേകത. യഹോവ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉറപ്പായി യഹോവ നടത്തിയിരിക്കും. അത് വായിന്ന് വന്നിട്ടുണ്ടോ നടന്നിരിക്കും. അതുകൊണ്ട് ഈ ഭൂമി മനോഹരമായ ഒരു പർദീസയായി തീരുമെന്നും നമ്മൾ ഇന്ന് കഷ്ടപ്പെടുന്ന ഈ സങ്കടങ്ങൾക്കൊക്കെ കാരണമായ എല്ലാ കാര്യങ്ങളും യഹോവ നീക്കുമെന്നും ഈ ഭൂമിയിൽ നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിത്യം ജീവിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശ യഹോവ പറഞ്ഞിട്ടുണ്ട്. അത് നടക്കും, തീർച്ചയാണ്, യാതൊരു സംശയവുമില്ല. ഇനി നമുക്കൊരു സംശയം എന്നാണെന്നറിയാവോ? ഈ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവരിപ്പോൾ എവിടെയാണ്?
പല ആളുകളും പല വിശ്വാസങ്ങളാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ ബൈബിൾ പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. ദയവായി എഹെസ്കേലിൻ്റെ പുസ്തകം 18 അധ്യായത്തിൻ്റെ 4 അതിൻ്റെ 20 വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗവും നമുക്കൊന്ന് വായിച്ചു നോക്കാം. എഹെസ്കേൽ 18ൻ്റെ 4 വാക്യം വായിക്കുന്നു. ഇതാ എല്ലാ ദേഹികളും എൻ്റേതാണ്, അപ്പൻ്റെ ദേഹി ഒരു പോലെ തന്നെ മകൻ്റെ ദേഹിയും എൻ്റേതാണ്. പാപം ചെയ്യുന്ന ദേഹിയാണ് മരിക്കുക. അപ്പോൾ പാപം ചെയ്യാത്തവരാരുമില്ല, എല്ലാവരും ദൈവതേജസ്സറ്റവരാണ്. നമ്മളെല്ലാം ആദാമിൻ്റെ മക്കളാണ്, നമ്മളെല്ലാം മരിക്കും, ഉറപ്പാണ്. അപ്പോൾ പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സങ്കീർത്തന പുസ്തകം 146 അധ്യായത്തിൻ്റെ 4 വാക്യം, പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് പറയുമ്പോൾ ഈ മരിച്ചുപോയ വ്യക്തി എങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മൾ പറയുന്നത്. അവരുടെ ശ്വാസം പോകുന്നു, അവർ മണ്ണിലേക്ക് മടങ്ങുന്നു, അന്നു തന്നെ അവരുടെ ചിന്തകൾ നശിക്കുന്നു. കേട്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് പറയുന്നത്? ഒരു അബോധ അവസ്ഥയിലേക്കാണ് പോകുന്നത്. എല്ലാവരും വിശ്വസിക്കുന്നത് ഇത് എവിടെയൊക്കെയോ അവരുടെ ആത്മാക്കളൊക്കെ നടക്കുന്നു എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ബൈബിൾ പറയുന്നത് അങ്ങനെ പറയുന്നില്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, ഉറപ്പാണ്. എന്നിട്ട് പിന്നെ പറയുന്നത് അവർ അബോധാവസ്ഥയിലാണ്. ലാസർ മരിച്ചപ്പോൾ യേശു എന്താ പറഞ്ഞത്? ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ്? അവിടെ പറഞ്ഞത് ലാസർ ഉറങ്ങുകയാണെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് ഒന്നും അറിയത്തില്ല. നമ്മളൊരു നല്ല സുഖനിദ്രയില്ല. ഇപ്പം അമ്മ നല്ല ഉറക്കത്തിലാണ്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പറയാം, നല്ല ഉറക്കത്തിലാണ്. നമ്മളെല്ലാം പറഞ്ഞു കേട്ടിട്ടില്ലേ, ജീവിതമാകുന്ന യാത്രയാണ്, ഒരു ട്രെയിൻ യാത്രയിലാണ് നമ്മൾ, ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ പോകുന്നത്. ആ സ്റ്റോപ്പ് എത്തുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ആളൊക്കെ എഴുന്നേൽപ്പിക്കും. എന്നിട്ട് ദൈവരാജ്യത്തിലേക്ക് അവരെ വഴി നടത്തുക തന്നെ. ആ സ്റ്റേഷനാകുമ്പോൾ ഇറങ്ങാൻ അവരെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് മരിച്ചു പോയിരിക്കുന്ന ആളുകൾ ഒരു അബോധാവസ്ഥയിലാണ്. അല്ലാതെ എന്തല്ല എവിടെയെങ്കിലുമൊക്കെ ചുറ്റിത്തിരിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി തക്കം പാർത്തിരിക്കുകയോ സഹായിക്കാൻ വേണ്ടി തക്കം പാർത്തിരിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. അവർ നല്ല ഉറക്കത്തിലാണ്, ഒരു കാര്യവും അവർക്ക് അറിയത്തില്ല. ഇതിനെ സംബന്ധിച്ച് ജ്ഞാനിയായിരുന്ന യേശു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജ്ഞാനിയായിട്ടിരുന്ന ശലോമൻ രാജാവ് പറഞ്ഞൊരു 2 ആശയം കൂടെ എന്നോട് നമുക്ക് കൂട്ടിച്ചേർക്കാം. സഭാപ്രസംഗി 9 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ പറയുന്നു, ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്ന് അറിയുന്നു, പക്ഷേ മരിച്ചവർ ഒന്നും അറിയുന്നില്ല, അവർക്ക് മേലാൽ പ്രതിഫലവും കിട്ടില്ല, കാരണം അവരെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. കണ്ടോ? അപ്പം മരിച്ചു പോയിരിക്കുന്ന ആളൊരു അബോധാവസ്ഥയിലാണെന്നാണ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ 10 വാക്യത്തിൽ പറയുന്നു, ചെയ്യുന്നതെല്ലാം നിന്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് ചെയ്യുക, കാരണം നീ പോകുന്ന ശവക്കുഴിയിൽ പ്രവൃത്തിയും ആസൂത്രണവും അറിവും ജ്ഞാനവും ഒന്നുമില്ല എന്നാ പറയാം. കേട്ടോ? അപ്പം അതിൻ്റെ അർത്ഥം ചിന്തിച്ചു നോക്കിയേ. അപ്പം നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് മരിച്ചു പോയിരിക്കുന്ന ആളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവർ അബോധാവസ്ഥയിലാണ്. യഹോവയുടെ ദൈവത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവർ നല്ല ഉറക്കത്തിലാണ്. ശരി, ഈ ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ എളുപ്പമാണ് അല്ലേ? നമുക്ക് പറ്റത്തില്ല, പക്ഷേ യഹോവയ്ക്ക് അത് സാധിക്കും. യഹോവ അങ്ങനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുമോ? മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വിളിച്ചെഴുന്നേൽപ്പിക്കുമോ? ഈ ഭൂമിയിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു തരുമോ അവരൊക്കെ? ബൈബിൾ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5 അധ്യായത്തിൻ്റെ 28-29 വാക്യത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കാം. യോഹന്നാൻ 5 അധ്യായം 28-29 വാക്യം. ഇവിടെ പറയുന്നു, ഇതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല. കേട്ടോ? അപ്പോൾ ആശ്ചര്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ആശ്ചര്യപ്പെടേണ്ടതില്ല. സ്മാരക കല്ലറകളിലുള്ള എല്ലാവരും അവൻ്റെ ശബ്ദം, അതായത് യേശുവിൻ്റെ ശബ്ദം കേട്ട് പുറത്തു വരുന്ന സമയം വരുന്നു. നല്ല കാര്യങ്ങൾ ചെയ്തവർക്ക് അത് ജീവനായുള്ള പുനരുത്ഥാനവും മോശമായ കാര്യങ്ങൾ ചെയ്തവർക്ക് അത് ന്യായവിധിക്കായുള്ള പുനരുത്ഥാനവും ആയിരിക്കും. കേട്ടോ? ഇതിങ്ങനെ ആശ്ചര്യപ്പെടേണ്ടതില്ല. എന്താണ് ആശ്ചര്യപ്പെടേണ്ട കാര്യം? എന്താ സംഭവിക്കുന്നത്? കല്ലറകളിലുള്ളവരെല്ലാവരും എഴുന്നേറ്റ് വരും. ദൈവരാജ്യമാകുന്ന സ്റ്റോപ്പ് എത്തുമ്പോഴേ ട്രെയിനിൽ ഉറങ്ങി കിടക്കുന്നവരൊക്കെ എഴുന്നേക്ക് സ്ഥലമെത്തി ഇറങ്ങ് വാ എന്ന് പറഞ്ഞ് അവരൊക്കെ എഴുന്നേൽപ്പിക്കും. കൂട്ടത്തിൽ അമ്മ എഴുന്നേറ്റ് വരും, നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റ് വരും. ദൈവത്തിൻ്റെ ഓർമ്മ പുസ്തകത്തിൽ, ജീവപുസ്തകത്തിൽ പേരുള്ള എല്ലാവരും എഴുന്നേറ്റ് വരും. നമുക്ക് അവരോടൊപ്പം വീണ്ടും ഈ ഭൂമിയിൽ, പ്രതീക്ഷ ഭൂമിയിൽ നിത്യമായിട്ട് അവരോടൊപ്പം ജീവിക്കാൻ കഴിയും. അതാണ് ദൈവം നമുക്ക് നൽകി തരുന്ന വാക്ക്, പ്രത്യാശ. ഇത് പ്രത്യാശ നൽകുക മാത്രമല്ല ദൈവം ചെയ്തത്, ഇതിന് ഒരു തെളിവും കൂടെ നമുക്ക് നൽകി തന്നു. എന്ത് തെളിവാണെന്നറിയാമോ? യേശു എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? പല കാര്യങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്. അതിൽ ഒരു കാര്യം ബൈബിളിൽ മത്തായി 20:28 പറയുന്നു, മനുഷ്യപുത്രൻ വന്നതും ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവൻ മോചന ബലിയായി കൊടുക്കാനുമാണ്. കേട്ടോ? അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മോചന ബലിയായി കൊടുക്കാനാണ്. അതിൻ്റെ അർത്ഥം ആദാമും ഹവ്വയും നമ്മളെ പാപത്തിനും മരണത്തിനും അടിമകളായിട്ട് വിറ്റു.
അതിൽ നിന്ന് വില കൊടുത്ത് വാങ്ങാൻ വേണ്ടിയാണ് യേശു തൻ്റെ സ്വന്തം ജീവൻ കൊടുത്തത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ യേശുവിൽ കടപ്പെട്ടിരിക്കുന്നു. യേശുവിനെ നമ്മുടെ രക്ഷകനും അതുപോലെ ജീവനായകനുമായി നമ്മൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാക്കി തീർക്കുന്നു. അത് കേട്ടോ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ബലിപർണ്ണത്തിലൂടെ നമുക്ക് പുനരുത്ഥാന പ്രത്യാശ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ മരിച്ചോ അതേപോലെ അവർ എഴുന്നേറ്റ് വരും. ആ ഓർമ്മ അവർക്കുണ്ടായിരിക്കും. അതൊന്നും ദൈവത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം കോടാനുകോടി നക്ഷത്രങ്ങളുടെ പേരുകൾ പോലും യഹോവ ഓർത്തിരിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. നമുക്ക് പോലും 2-3 നക്ഷത്രം 10 പേര് ഓർത്തിരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. പക്ഷേ യഹോവയ്ക്ക് കോടാനുകൂടി നക്ഷത്രങ്ങളുടെ പേരുകൾ പോലും യഹോവ ഓർത്തിരിക്കുന്നു. മാത്രമല്ല മനുഷ്യൻ്റെ ഘടന എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സെല്ലിൽ തന്നെ അതിൻ്റെ DNA നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയാം, കോഡായിട്ട്. സയൻസൊക്കെ പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ഒരു സെല്ല് മാത്രം എടുത്ത് വെച്ചാൽ മതി, അത് റീപ്രിൻ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് അത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ. അപ്പോൾ യഹോവയ്ക്ക് അതൊന്നും ആവശ്യമില്ല. യഹോവ ഇതെല്ലാം ഓർത്തിരിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ എല്ലാ വിവരണങ്ങളടക്കം അവർ ഓർത്തിരുന്ന് അവർക്ക് ജീവൻ കൊടുക്കും, പുതിയൊരു ശരീരം കൊടുക്കും, അവർ എഴുന്നേറ്റ് വരും. അപ്പോൾ അമ്മ എഴുന്നേറ്റ് വരും, നമ്മുടെ പ്രിയപ്പെട്ടവർ എഴുന്നേറ്റ് വരും. എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് അവരോടൊപ്പം വീണ്ടും ജീവിക്കാൻ കഴിയും. എവിടെ? ഈ ഭൂമിയിലാണ്, വേറെ എവിടെയുമല്ല. നമ്മൾ ജീവിച്ച് ശീലിച്ചിട്ടുള്ള എവിടെയാണ്? ഈ ഭൂമിയിൽ തന്നെയല്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് വീണ്ടും തിരിച്ച് ദൈവം നമുക്ക് തരും. എന്തൊരു ആശ്വാസകരമായ വർത്തമാനം അല്ലേ. യഹോവ അതിന് ഉറപ്പും തന്നിട്ടുണ്ട്. സ്വന്തം പുത്രനെ എന്ത് ചെയ്തു? മരിച്ചു കഴിഞ്ഞ ശേഷം ആളുകളെല്ലാം കൊന്നില്ലേ, ക്രൂരമായി മർദ്ദിച്ച് ഇല്ലേ, പീഡിപ്പിച്ച് കൊന്നില്ലേ. കൊന്നിട്ട് എന്ത് ചെയ്തു? 3-ാം ദിവസം ആ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശു ഉണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരും മരിച്ചുപോയ പ്രിയപ്പെട്ടവരും ഉയർത്തെഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. നമ്മൾ അവരോടൊപ്പം ജീവിക്കുക തന്നെ ചെയ്യും ഈ ഭൂമിയിൽ. അതിൽ യാതൊരു സംശയവും ഇല്ല. ഇനി നമ്മളിവിടെ ആയിരിക്കുന്നതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇവിടെ ആയിരിക്കുമ്പോൾ എന്താ ഗുണമെന്നറിയാവോ? ഒന്ന്, നമ്മുടെ ജീവിതം എത്ര ഹ്രസ്വമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും അല്ലേ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. ഞാൻ വലിയതാണ്, ഞാൻ അതാണ്, ഞാൻ എന്തൊക്കെയോ സാധിച്ചു ഇല്ലേ. ഒരു നിമിഷ നേരത്തെ ജീവൻ പോയി കഴിഞ്ഞാലോ നമ്മളെല്ലാവരും ഒരിക്കലും മരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മുടെ ജീവിതം എത്ര ഹ്രസ്വമാണെന്നും അനിശ്ചിതത്വം നിറഞ്ഞതാണെന്നും ഇത്തരം അവസരങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു? ഇവിടെ മോശ ഒരിക്കൽ സങ്കീർത്തനം എഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സങ്കീർത്തനത്തിൽ ഒരു ആശയം ഇങ്ങനെയാണ്: അതുപോലെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എപ്പോഴും നന്നായിരിക്കുന്നു. എന്താണ് മോശ പറഞ്ഞത്? ഞങ്ങളുടെ ദിവസങ്ങൾ എണ്ണാൻ പഠിപ്പിക്കണമേ, അങ്ങനെ ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം നേടട്ടെ എന്നാണ്. കണ്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും എന്ത് ചെയ്യാം? ഇവിടെ ആയിരിക്കുന്നതുകൊണ്ട് മറ്റൊരു പ്രയോജനമാണ്, അവരെ ആശ്വസിപ്പിക്കാം എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതം ഹ്രസ്വമാണെന്നും അനിശ്ചിതത്വം നിറഞ്ഞതാണെന്നും ഓർത്തുകൊണ്ട് ഈ മോശ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. എന്താണ്? എൻ്റെ ദിവസങ്ങൾ എല്ലാം പഠിപ്പിക്കണമെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ, ആളുകളുടെ മുമ്പിൽ സൽപ്പേരുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു സൽപ്പേര് നേടിയെടുക്കാൻ സാധിക്കും. ഇവിടെ സഭാപ്രസംഗി 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറയുന്നത് ശ്രദ്ധിച്ചോ നിങ്ങൾ? സഭാപ്രസംഗി 7:1 പറയുന്നത്, വിശേഷ തൈലത്തേക്കാൾ സത്പേര് നല്ലത്, ജനന ദിവസത്തേക്കാൾ മരണ ദിവസം നല്ലത്. കേട്ടോ. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാളും നല്ലത് വിലാപഭവനത്തിൽ പോകുന്നതാണ് നല്ലതെന്നാണ്. കണ്ടോ. എന്തിനാണ്? കാരണം എന്തുകൊണ്ടാണ്? നമ്മളെ ഒന്ന് പരിശോധിക്കാനും നമ്മളെ തന്നെ മാറ്റം വരുത്തി ഇനി ഞാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എൻ്റെ ദൈവത്തിൻ്റെ നിലവാരങ്ങൾക്ക് ചേർച്ചയിൽ ഞാൻ എങ്ങനെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ചിന്തിക്കാനും ഉള്ളൊരു സമയം കൂടിയാണിത്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുമ്പാകെ നല്ലൊരു സൽപ്പേര് നേടിയെടുക്കാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കുക. അമ്മയെ പോലെ ഉത്സാഹത്തോട് പ്രവർത്തനങ്ങളിലും ദൈവഭക്തി പ്രതിഫലിപ്പിക്കുന്ന ജീവിത രീതികളും യഹോവയുടെ നാമത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് പങ്കുപറ്റാനും ഒക്കെ സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? എല്ലാവരും പറയും കുടുംബത്തിന് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്, ഭാര്യയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയാണെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് എന്തിനാണെന്നുള്ളത് ഇവിടെ സുഭാഷിതങ്ങൾ എന്ന് പറയുമ്പോൾ സദൃശവാക്യങ്ങൾ 27-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, എന്നെ നിന്ദിക്കുന്നവന് മറുപടി കൊടുക്കാൻ എനിക്ക് കഴിയേണ്ടതിന് മകനെ നീ ജ്ഞാനിയായി എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക. യഹോവ പറയുന്ന ജ്ഞാനിയായിട്ട് ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ പറയുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജ്ഞാനിയാണ്. ജ്ഞാനത്തിൻ്റെ ആരംഭം എവിടെയാണ്? യഹോവ ഭയത്തിലാണ് ജ്ഞാനപ്പം, ദൈവഭയത്തിലാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ഇത് ദൈവത്തിന് ഇഷ്ടമാണോ
ദൈവം ഇത് പ്രീതിപ്പെടുമോ എന്ന് ചിന്തിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ദൈവഭയം നമുക്കുണ്ടാകും. ദൈവഭയം ഉണ്ടാകുമ്പോൾ നമ്മൾ ജ്ഞാനിയാണെന്ന് തെളിയും. അത് യഹോവയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. അതുവഴി യഹോവയ്ക്ക് പിശാച സാത്താന് നല്ലൊരു മറുപടി കൊടുക്കാനും കൂടെ സാധിക്കും. അതുകൊണ്ട് ഇനിയുള്ള ജീവിതം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനും പഠിക്കാനും അതുപോലെ തന്നെ അതനുസരിച്ച് ജീവിക്കാനും ഉള്ള ഒരു സമയമായി നമ്മൾ എടുക്കാൻ കഴിയും. ഇനി അത് മാത്രമല്ല, ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർക്കാണല്ലോ പ്രശ്നങ്ങൾ ഇന്നുള്ളത്. അപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു പ്രത്യാശയാണ് പുനരുത്ഥാന പ്രത്യാശ. മരിച്ചു പോയാലും ഞാൻ വീണ്ടും എഴുന്നേറ്റ് വരും, ദൈവത്തെ സേവിക്കും, ഈ ഭൂമിയിൽ തന്നെ വീണ്ടും ജീവിക്കാൻ കഴിയുമെന്നുള്ള ആ പ്രത്യാശ നമ്മൾ മനസ്സിൽ അടുപ്പിച്ച് നിർത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷത്തോടെ ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മളെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? ഷാജിയെയും സുരേഷ് അണ്ണനെയും നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ കൂടെ ഇപ്പം വന്ന് ഇരുന്ന് നമ്മൾ കണ്ടു, ഇതിൽ പങ്കുപറ്റി പോയാൽ മാത്രം പോരാ. ഇടയ്ക്കിടയ്ക്ക് അവരെ എന്ത് ചെയ്യണം? തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ അവരെ കാണുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യണം. കാരണം ഇവിടെ ബൈബിൾ പറയുന്നത് നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നത് പോലെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുക എന്നാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള നാളുകളിൽ ഷാജി സോറിനെയും സുരേഷ് സോറിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരാം, കാണാം, അവരുമായിട്ട് സംസാരിക്കാം. ഈ പുനരുത്ഥാന പ്രത്യാശയെ സംബന്ധിച്ച് അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാം. അത് നമുക്കും തീർച്ചയായിട്ടും സത്യത്തിൽ വിശ്വാസത്തെ തുടരാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. മാത്രമല്ല, ഒരു വൈകാരിക പിന്തുണ നമുക്ക് കൊടുക്കാൻ കഴിയും അവർക്ക്. അപ്പോൾ അത് തീർച്ചയായിട്ടും തുടർന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം അവരെ അത് സഹായിക്കുകയും ചെയ്യും. നമുക്ക് അവസാനമായി ഒരു വാക്യം കൂടെ നോക്കാം. സങ്കീർത്തന പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളാണ്. യഹോവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ, ഇതുപോലുള്ള പ്രയാസകരമായ സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പറയുന്നു, മർദ്ദിതയ്ക്ക് യഹോവ ഒരു അഭയസങ്കേതം, കഷ്ടകാലത്തെ ഒരു അഭയസങ്കേതം. അപ്പോൾ നമുക്ക് അഭയസങ്കേതം ആരാണ്? യഹോവയാണ്. അങ്ങയുടെ പേരറിയുന്നവർ അങ്ങയിൽ ആശ്രയം അർപ്പിക്കും. യഹോവേ, അങ്ങയെ തേടി വരുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കില്ലല്ലോ എന്നാണ്. അതുകൊണ്ട് നമുക്ക് യഹോവയെ അന്വേഷിക്കാം. തീർച്ചയായിട്ടും യഹോവ നമ്മളെ അനുഗ്രഹിക്കും, വഴി നടത്തും. ഇനിയുള്ള നാളുകളിൽ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഇതിൻ്റെ അവസാനം എന്ന നിലയിൽ നമുക്കൊരു പാട്ട് നമുക്ക് പാടാം. നമ്മുടെ പാട്ട് പുസ്തകത്തിലെ 158-ാമത്തെ പാട്ടാണ്. അത് വൈകില്ല. ഹബക്കൂക്ക് 2:3 വാക്യം. ഏത് വൈകില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് യഹോവയുടെ ആ രാജ്യം, ദൈവരാജ്യം വരും, ഭൂമിയിൽ വരും. സ്വർഗത്തെ പോലെ ഭൂമിയിലാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും. അപ്പോൾ ഭൂമി മുഴുവൻ പർദീസയായിത്തീരും. അതുപോലെ നമ്മുടെ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം, അമ്മയടക്കം എല്ലാവരും എഴുന്നേറ്റ് വരും. അപ്പോൾ ആ കാലത്തിനായിട്ട് നമ്മൾ നോക്കിയിരിക്കാം. അത് നമ്മൾ ആ വിശ്വാസം മനസ്സിൽ അരക്കിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ പാട്ട് ഒരുമിച്ച് പാടാം. ഈ 158-ാമത്തെ പാട്ട്, അത് വൈകില്ല. സൗന്ദര്യം ഹായെന്താശ്ചര്യം നിൻ കൈവേലകൾ, നിൻ ജ്ഞാനം ഘോഷിപ്പൂ. വീണ്ടും യൗവനം ഭൂവിനേകുവാൻ ഇന്നോളം എല്ലാം ക്ഷമിച്ചു നിന്നു നീ. പാരിൽ യഹോവേ നിൻ പർദീസ കാണുവാൻ ഈ ഞങ്ങൾക്കാകാംക്ഷയായി. ഉദയസൂര്യൻ പോൽ ഉദിക്കും ഭൂമിയിൽ വൈകാതെ നാഥാ നിന്നാൾ, നിൻ സന്തോഷനാൾ. മൺമറഞ്ഞ നിൻ പ്രിയരെയെല്ലാം ഉണർത്തിയിടുവാൻ
കാത്തിരുന്നു നീ നിൻ ദീർഘക്ഷമാ ഞങ്ങൾക്കുമേകണേ. പാരിൽ യഹോവനിൻ പർദീസ കാണുവാൻ ഈ ഞങ്ങൾക്കാകാംക്ഷയാ. ഉദയസൂര്യൻ പോൽ ഉദിക്കും ഭൂമിയിൽ വൈകാതെ നാഥാ നിൻ സന്തോഷനാൾ. ജീവിതാശയും ജീവസൗഖ്യവും നരർക്കേകുവാൻ എന്താശിക്കുന്നു നീ. ഈ പ്രത്യാശയെ ഞങ്ങൾ ഘോഷിക്കേ നുകർന്നിടുന്നു നിൻ സ്നേഹമേറെയായി. പാരിൽ യഹോവനിൻ പർദീസ കാണുവാൻ ഈ ഞങ്ങൾക്കാകാംക്ഷയാ. ഉദയസൂര്യൻ പോൽ ഉദിക്കും ഭൂമിയിൽ വൈകാതെ നാഥാ നിൻ സന്തോഷനാൾ. ആസന്നമായി നിന്റെ നാൾ. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇയ്യോബ് 14 അധ്യായത്തിൻ്റെ 14-15 വാക്യത്തിൽ ഇയ്യോബ് ഒരാശയം പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ നമ്മളിൽ ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും അറിയാൻ കഴിയും. അപ്പോൾ അദ്ദേഹം കഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മനുഷ്യൻ മരിച്ചു പോയാൽ അവൻ വീണ്ടും ജീവിക്കാനാകുമോ? എനിക്ക് മോചനം കിട്ടും വരെ അടിമപ്പണിയുടെ കാലം മുഴുവൻ ഞാൻ കാത്തിരിക്കും. അങ്ങ് വിളിക്കും, ഞാൻ വിളി കേൾക്കും. അങ്ങയുടെ കൈകൾ രൂപം നൽകിയവയെ കാണാൻ അങ്ങയ്ക്ക് കൊതി തോന്നും. അതെ, ഇവിടെ ഇയ്യോബിലൂടെ ദൈവം പറയുന്നത് യഹോവയുടെ പ്രിയപ്പെട്ടവരെ കാണാൻ കൊതിയുണ്ടെന്നാണ്. യഹോവ അതുകൊണ്ട് നമ്മളെല്ലാവരെയും അമ്മയും ഒക്കെ ഓർത്തിരിക്കുന്നുണ്ട്. ഓർത്തിരുന്ന് യഹോവ വിളിക്കും, നമ്മൾ ഭൂമിയിലേക്ക് പുനരുത്ഥാനപ്പെട്ട് വരുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, മരണത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, മരണത്തെ എന്നേക്കുമായി വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് നിവൃത്തിയേറും എന്നാണ്. മരണം ഇനി ഒരിക്കലും മനുഷ്യരെ ബാധിക്കാത്ത വിധത്തിൽ ദൈവം ഈ മരണത്തെ ഈ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യും. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും, മരണമേ നിൻ്റെ വിജയം എവിടെ? മരണമേ നിൻ്റെ വിഷമുള്ള എവിടെ? മരണത്തിനിടയാക്കുന്ന വിഷമുള്ള പാപമാണ്, പാപത്തിൻ്റെ ശക്തിയോ നിയമവും. അതുകൊണ്ട് പക്ഷേ ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് വിജയം തരുന്നത് കൊണ്ട് ദൈവത്തിന് നന്ദി എന്നാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ മോചന ബലിയുടെ പ്രയോജനം നമുക്കെല്ലാവർക്കും ലഭിക്കും. നമ്മളെ പ്രിയപ്പെട്ടവരോടൊപ്പം നമുക്ക് വീണ്ടും ഈ ഭൂമിയിൽ, പർദീസ ഭൂമിയിൽ നിത്യമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. അതിന് നമുക്ക് യഹോവയോട് എന്നും നന്ദിയുള്ളവരായിരിക്കാൻ കഴിയും. ഈ ചരമ ശുശ്രൂഷ അവസാനത്തിനായി നമുക്കൊരു പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഇത്
പ്രാർത്ഥനയ്ക്ക് വേണ്ടി പൊന്നൻ സോറിനെ ക്ഷണിക്കും.